റഷ്യൻ ഉപഗ്രഹത്തിൻ്റെ തലച്ചോറാണ് ഇറാൻ്റെ മിസൈൽ ശക്തി എന്ന് ഉക്രൈൻ ഇൻ്റലിജൻസ് പുറപ്പെടുവിച്ച റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു. അമേരിക്കക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. വളരെ കൃത്യതയോടുകൂടി ഇറാൻ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും സമാനമായ രീതിയിലുള്ള ആക്രമണ പരമ്പര കൃത്യതയോടുകൂടി ഇറാൻ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വിവരമാണ് ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് അന്വേഷിച്ചത്. അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഏറെക്കുറെ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ഉക്രൈൻ. അവർ പറയുന്നു, വളരെ കൃത്യതയോടുകൂടിയാണ് ഉപഗ്രഹങ്ങൾ, റഷ്യയുടെ ഉപഗ്രഹങ്ങൾ ഇറാനെ സഹായിക്കുന്നത്. ഇറാൻ്റെ കൈവശത്തിൽ ആയുധങ്ങളുണ്ട്. ആയുധം കൃത്യമായ രീതിയിൽ പ്രയോഗിക്കാൻ അവരുടെ കയ്യിൽ സൈനികരുമുണ്ട്. എന്നാൽ കൃത്യമായിരിക്കും ലക്ഷ്യം കാണാനുള്ള ഉപഗ്രഹ സംവിധാന കാര്യങ്ങൾ ഇറാൻ്റെ കൈവശത്തിലില്ല. പക്ഷേ അത് റഷ്യയുടെ കൈവശത്തിലുണ്ട്. അവരത് വളരെ കൃത്യതയോടുകൂടി നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ തുടർച്ച പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ഊർജ്ജ നിലയം, തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകൾ, സൈനിക ആസ്ഥാനം, മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സുകൾ, ബെൻഗൂറിയൻ എയർപോർട്ട് അടക്കമുള്ള 3-ലധികം എയർപോർട്ടുകൾ, തെല്ലവീവ്, ജെറുസലേം പോലെയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരത്തിൻ്റെ മേഖലകൾ, ഹൈഫ തുറമുഖം അടക്കമുള്ള 3 തുറമുഖങ്ങൾ, ഈ മേഖലയിലെല്ലാം ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയതാണ്. ആക്രമണം നടത്തി എന്ന് മാത്രമല്ല, ഡസൻ കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ദശകോടികളുടെ സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ഏകദേശം 100-ലധികം ബിൽഡിങ്ങുകളെങ്കിലും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 500,000-ലധികം ആളുകൾ വീടൊഴിഞ്ഞ് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അവർ അഭയാർത്ഥികളെപ്പോലെയാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത് എന്ന തരത്തെ റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യതയോടുകൂടി 24 മണിക്കൂറും നിരീക്ഷണം നടക്കുന്ന രീതിയിൽ ഇറാൻ്റെ ബഹിരാകാശ ഉപഗ്രഹം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജോലിയും ഓവർ ടൈമും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സീൽ വെച്ച കവറിൽ ഈ റിപ്പോർട്ടുകൾ ഈ മജിസ്ട്രേറ്റിന് നൽകുന്ന പോലെ, അങ്ങനെ അതിൻ്റെ പരാമർശം പറയുന്നത് അങ്ങനെയാണ്: ചില രഹസ്യമായിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം സീൽ വെച്ച കവറിലാണ് വക്കീലന്മാർ മജിസ്ട്രേറ്റ് നൽകുക. അതല്ലെങ്കിൽ ഈ പ്രതികളുടെ അന്യായക്കാരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് നൽകുക. ഇതിന് സമാനമായ രീതിയിലാണ് ഈ പേടകം പ്രവർത്തിക്കുന്നതെന്നാണ്. റഷ്യയുടെ ആകാശ പേടകം ഇസ്രായേലിന് വേണ്ടിയിട്ട് കഠിനമായി ജോലി ചെയ്യുന്നു. സീൽ വെച്ച കവറിലുള്ള റിപ്പോർട്ട് നൽകപ്പെടുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ 24 മണിക്കൂറും നൽകുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ റഷ്യ ഇറാന് കൈമാറുന്നു. ഇറാൻ അത് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു. അമേരിക്കയുടെ സൈനിക താവളത്തെ കൃത്യമായ രീതിയിൽ അതിൽ വിവരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 11 രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന 46 സൈനിക മേഖല ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് റഷ്യ ഇറാന് കൈമാറി. അത് ഗൾഫ് രാജ്യങ്ങളും അതിന് പുറമേയുള്ള മറ്റ് രാജ്യങ്ങളും ഒക്കെ, തുർക്കിയുടെ പേരൊക്കെ അതിൽ വരുന്നുണ്ട്. അതിലടക്കം അമേരിക്കയുടെ സൈനിക ബേസുള്ള സർവ്വ മേഖലയും. അമേരിക്ക ഓരോ നീക്കവും ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ അത് ഇറാൻ കൈമാറുകയും ചെയ്തു. അമേരിക്കയല്ല, ഈ റഷ്യ ഓരോ നീക്കവും ബഹിരാകാശത്ത് നിന്ന് കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് അത് ഇറാൻ കൈമാറുന്നു. അമേരിക്കയെ ഒതുക്കുക എന്നുള്ളത് റഷ്യയുടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. ഇസ്രായേലിൻ്റെ 55 അതീവ സുപ്രധാന ഊർജ മേഖലയും ഇസ്രായേലിൻ്റെ വൈദ്യുത ശൃംഖലയും ഒറ്റപ്പെട്ട് കിടക്കുന്ന വൈദ്യുത മേഖലയും ഈ ഇറാൻ്റെ നിരീക്ഷണത്തിലാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരുപാട് ഈ വൈദ്യുത ശൃംഖല, അതായത് മേഖലകൾ ഇസ്രായേലില്ല, ഒറ്റപ്പെട്ട മേഖലയാണുള്ളത്. ഈ ഒറ്റപ്പെട്ട മേഖല ആക്രമിക്കുന്ന സമയത്ത് ആ രാജ്യം തന്നെ മൊത്തത്തിൽ ഇരുട്ടിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ വളരെ പെട്ടെന്ന് ഇസ്രായേലിന് സാധിക്കുകയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം അവർ കരുതിയിരുന്നത് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള രാജ്യങ്ങളിലൊന്നാണ്. മറ്റൊരു രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല. ഈ തരത്തിലാണ് അവർ ചിന്തിച്ചത്. ഈ തരത്തിലാണ് അവർ ജീവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അവരുടെ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന അതിനിർണായകമായിരിക്കുന്ന സ്ഥാപനങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ മെനക്കെടാറില്ല. പക്ഷേ സൈനികർക്കുണ്ട്, ആയുധങ്ങൾക്കുണ്ട്, ആണവായുധങ്ങൾക്കുണ്ട്, സർക്കാർ മന്ദിരങ്ങൾക്കുണ്ട്, ഈ ഭരണാധികാരികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലെയുള്ള സംവിധാനം, ഇതിനൊക്കെ വലിയ സുരക്ഷാ കാര്യങ്ങളുണ്ട്. പൊതുവായിരിക്കുന്ന ഈ ഇലക്ട്രിസിറ്റി, വൈദ്യുതി നിലയം പോലെയുള്ള സംവിധാനത്തിന് ഇല്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് റഷ്യക്ക് ഇതിൽ കാര്യം?
ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നോക്കാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മിഡിൽ ഈസ്റ്റിൽ വലിയ താല്പര്യമുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. പക്ഷേ മിഡിൽ ഈസ്റ്റിലേക്ക് അടുക്കാൻ വേണ്ടി അവർക്ക് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ തന്നെ പല ഘട്ടങ്ങളിലായി അറേബ്യൻ രാജ്യങ്ങളോട് സൈനിക ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളാണ് ഈ പ്രതിരോധ രംഗത്തടക്കമുള്ള ആയുധ വിൽപ്പന രംഗത്തടക്കമുള്ള ഒരു വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. നയതന്ത്ര ബന്ധത്തിനപ്പുറമുള്ള സുഹൃത്ത് ബന്ധം തങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ്റെ ഗോർബച്ചോവിൻ്റെ കാലഘട്ടത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച വന്നതാണ്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അമേരിക്ക. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. നയതന്ത്ര ബന്ധം പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അവരുടെ രാജ്യരൂപീകരണത്തിൽ പോലും ബ്രിട്ടൻ പങ്കുവച്ചിട്ടുണ്ട് എന്ന് പോലും പറയപ്പെടുന്നു. അത്രക്ക് ബന്ധമാണ്. അതുകൊണ്ട് റഷ്യക്ക് വേണ്ടിയിട്ട് അമേരിക്കയായിട്ട് ഉടക്കാൻ വേണ്ടി തയ്യാറല്ല. മാത്രവുമല്ല, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം, റഷ്യ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പ്രത്യയശാസ്ത്ര വിരുദ്ധതയുണ്ട്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവും തമ്മിൽ യോജിക്കാത്ത രീതിയിലുള്ള ഒരു അകൽച്ച മാനസികപരമായിട്ട് നിലവിലുണ്ട് എന്നതിനാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായിട്ട് വലിയൊരു ബന്ധം, ഒരു സുഹൃത്ത് ബന്ധം പലപ്പോഴും ഉണ്ടായിട്ടില്ല. അത് സോവിയറ്റ് യൂണിയൻ ആയിട്ടില്ല, അതേപോലെ തന്നെ ചൈനയായിട്ടില്ല, ക്യൂബയായിട്ടില്ല, അങ്ങനെ വെനിസ്വലയായിട്ടില്ല. ഈ രാജ്യങ്ങളൊന്നും ആയിട്ടൊന്നും വലിയ രീതിയിൽ ബന്ധം അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇല്ലാത്തതിന് പ്രധാനമായിരിക്കുന്ന കാര്യം വിശ്വാസപരമായിരിക്കുന്ന പ്രത്യയശാസ്ത്ര വിരുദ്ധതയാണ്, അല്ലെങ്കിൽ വൈരുദ്ധ്യമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഉണ്ടായത് അല്ലെ ഉണ്ടാവാറുള്ളത് എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങൾക്ക് മാറി ചിന്തിക്കാൻ ഇടവരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 2021 ഒക്ടോബർ 7 ശേഷം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങളും വിലയിരുത്തുന്ന സമയത്ത് ഒരു സുരക്ഷിതമായിരിക്കുന്ന രീതിയിൽ, തങ്ങളുടെ രാജ്യം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പൂർണ്ണമായ രീതിയിൽ വിട്ടുകൊടുക്കുന്ന ഒരു രീതി അപകടം ചെയ്യും എന്ന് അറേബ്യൻ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകുന്നു എന്ന് മാത്രം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ രീതിയിൽ രാജ്യത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുന്ന രാജ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായ രീതിയിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്നതാണ്. രണ്ടും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. രണ്ട് ആശയപരമായ രീതിയിലുള്ള ഇടപെടലാണ് അവർ നടത്താറുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ, അതായത് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യക്ക് കയറി വരണമെങ്കിൽ ഇവിടെ സൈനികപരമായിരിക്കുന്ന ബലക്ഷയം അമേരിക്കക്ക് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരിക്കലും റഷ്യ തയ്യാറാവില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിന് അവർ ഉപയോഗിക്കുന്നത് എന്താ? ഇവരെ നമുക്ക് കിട്ടണം, അതായത് അറേബ്യൻ രാജ്യങ്ങൾ കിട്ടണം. അറേബ്യൻ രാജ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യം അവർക്ക് തൃപ്തികരമായ രീതിയിലുള്ള സമീപനങ്ങളും നിലപാടുകളും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ. സൈനികപരമായി ആണവായുധപരമായ രീതിയിൽ വലിയ ശക്തിയും വലിയ ഫലവും സാമ്പത്തികപരമായ വലിയ മുന്നേറ്റവും ഈ പെട്രോൾ കെമിക്കൽ സംവിധാനങ്ങളും എല്ലാമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് ചെറിയ രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു നിയന്ത്രണ ചരട് പൊട്ടിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ റഷ്യക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റൂ. അത് പൊട്ടിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ തകർക്കുന്ന സമയത്ത് അമേരിക്കക്ക് ആ മേഖലയിൽ സ്വാധീനം കുറയും. ഇപ്പം തന്നെ അമേരിക്കയുടെ സൈനിക ബേസ് ഒഴിവാക്കണമെന്ന് ഓരോ രാജ്യങ്ങളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇസ്രായേലിനെ പരാജയപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്രായേലുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണം. ഇസ്രായേലുമായിട്ട് നേരിട്ട് റഷ്യ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അമേരിക്ക ഇടപെടും. പിന്നീട് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിട്ട് അത് പരിണമിക്കും. അതിന് പകരം റഷ്യ ചെയ്തിരിക്കുന്ന കാര്യം, ഇപ്പോൾ ആരാണോ ശത്രു ആ ശത്രുവിനെ സഹായിക്കുക. അത് ഇറാനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ്. അവരിപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ഒതുങ്ങിക്കിട്ടിയാൽ അതിൻ്റെ ഗുണം റഷ്യക്കുണ്ടാവും. അപ്പോൾ ഹോർമുസ് കടലടക്കമുള്ള സംവിധാനങ്ങളിലൊക്കെ ഇറാനുമായിട്ട് സഹകരിച്ച് നീങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള രാജ്യം കൂടിയാണ് റഷ്യ. അങ്ങനെ വരുന്ന സമയത്തുള്ള സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഏതറ്റം വരെ പരാജയപ്പെടുത്താൻ പറ്റുമോ ആ അറ്റം വരെ പരാജയപ്പെടുത്തുന്ന സമയത്ത് ഓരോരോ വെടിവെക്കുന്ന സമയത്തും അത് കൊള്ളുക അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നെഞ്ചത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ വലിയ ആഹ്ലാദവും വലിയ ആനന്ദവും റഷ്യയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ റഷ്യ ഇറാനെ കൈ അയഞ്ഞുകൊണ്ട് സഹായിക്കുന്നത്. അവർ പറയുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഇത്രയും 24 മണിക്കൂറും നിരീക്ഷണം നടത്തിക്കൊണ്ട് തൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് നൽകുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഒരു രാജ്യവും സ്വീകരിച്ചിട്ടില്ല.
പക്ഷേ ഇപ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഓരോരോ മേഖലയും ഓരോരോ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ആക്രമിക്കുന്നു. ആക്രമണത്തോടാണെങ്കിൽ അനുബന്ധിച്ച് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടാകുന്നു. അതിൽ റഷ്യ ആനന്ദം കണ്ടെത്തുന്നു. അത് ആ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് വലിയ വലിയ രീതിയിലുള്ള ആശങ്കയും ഭയപ്പാടും ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ യുദ്ധത്തിൽ റഷ്യ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ അമേരിക്ക പറഞ്ഞിട്ടില്ല, ചൈന സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ സഹായമുണ്ട് എന്ന ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വല്ല കാരണവശാലും ഇറാനോടൊപ്പം സഹകരിച്ചുകൊണ്ട് റഷ്യ യുദ്ധത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് റൂട്ട് മാറി അങ്ങനെയെങ്കിൽ ഞങ്ങൾ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തന്നെ ഉണ്ട് എന്ന് റഷ്യ പറയുന്നതോട് കൂടിയിട്ട് പിന്നെ ഈ യുദ്ധത്തിൻ്റെ റൂട്ട് തന്നെ മാറി സഞ്ചരിക്കും എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ കാര്യം പറയാത്തത്. പക്ഷേ റഷ്യക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാം, ചൈന സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതിന് അവർ മറുപടി പറയുന്നത്, റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ അതിന് മറുപടി പറയാറുണ്ട്, ഉക്രൈനെ അമേരിക്കയ്ക്ക് സഹായിക്കാമെങ്കിൽ ഇറാൻ എന്തുകൊണ്ട് റഷ്യക്ക് സഹായിച്ചുകൂടാ? ഉക്രൈൻ അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താണ്? സൗഹൃദ ബന്ധം ഉണ്ടാവും, നയതന്ത്ര ബന്ധം ഉണ്ടാവും, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളൊരു ബന്ധം ഉണ്ടാവും. തങ്ങൾക്കും അങ്ങനെയൊക്കെ ആവാമല്ലോ. ഇറാനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദ ബന്ധം നിലനിൽക്കുന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായ സമയത്ത്, അതായത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസൈലുകൾ തന്ന് സഹായിച്ചത് ഇറാനാണ്. 35% മിസൈലുകളെങ്കിലും ഈ റഷ്യ ഉപയോഗിച്ചതിൽ ഇറാൻ്റെ നിർമ്മിതിയാണ് എന്നാണ് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കിൻ്റെ പണി എന്ന് പറയുന്നത് റഷ്യയെ പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ റഷ്യയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കാര്യം ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും നിലനിന്ന് പോകണമെന്ന് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി താല്പര്യം കാണിക്കുന്നു. എന്നാൽ അവസരം നോക്കി നിൽക്കുകയാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഏത് സമയത്താണ് ഇവരെ അടിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ലോകത്തുള്ള ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതിൻ്റെ പിന്നാമ്പുറം ലോകത്തിലെ വലിയ ശക്തികൾ, സൈനികപരമായിരിക്കുന്ന ബലമുള്ള രാജ്യങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട് രണ്ട് ഭാഗത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ മുന്നേറാനുള്ള പ്രധാനമായിരിക്കുന്ന ധൈര്യം റഷ്യയുടെ ഇടപെടലാണ്, അല്ലെങ്കിൽ റഷ്യയുടെ സഹായമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.